തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എടോ, എന്നോട് ഈ സ്വഭാവം മാറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതെന്താ അവർക്ക് ബാധകമല്ലാത്തത്? അവർക്കെന്താ ഈ സ്വഭാവം മാറ്റിക്കൂടാത്തത്? തന്നെ കൊണ്ട് കരുതി കുട്ടി എന്തിനാ ഈ അടിമപ്പണി ചെയ്യിക്കുന്നേ? ഞാനിവിടുത്തെ ജോലിക്കാരിയല്ലേ. എടോ, ഇവിടുത്തെ എല്ലാ ജോലിയും താനാണ് ചെയ്യുന്നത്. അതിന് നന്ദി കാണിക്കാവല്ലോ. അത് ചെയ്യാതെ കരുതി കുട്ടി തന്നോട് പ്രതികാരം ചെയ്യുകയാണ്. അപ്പൊ ഞാനത് സമ്മതിച്ചു കൊടുക്കണോ? കാര്യം ഇതുവരെ പത്മമ്മയുടെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞാലെന്താ? ഇവിടെ ബോംബ് പൊട്ടു. ഇതെന്തത്? എന്താണോ ഇത്? അറിയില്ല സാർ. നോക്കാം. വന്നേ. അയ്യോ, ബോംബാണോ? ഇന്ദ്രജേ, അയ്യോ അയ്യോ, ആന്റി, എന്താ ഒരു സൗണ്ട്? മമ്മി, എന്താ പുറത്ത് കിടക്കുന്നേ? അങ്കിൾ, ആരും പുറത്തിറങ്ങരുത്. ഇത് ബോംബോ മറ്റോ ആണെന്നാ തോന്നുന്നേ. ബോംബോ? എന്തൊക്കെയാ താനീ പറയുന്നത്? രാജു, അവിടെ എന്താന്ന് പോയി നോക്കി. പോയി നോക്കടാ. അയ്യോ, സാറേ, എന്താച്ചത്? എന്താ സംഭവം? എന്താ ഒന്നും മനസ്സിലാവുന്നില്ലടാ. അത് പുറത്താ. താഴേന്ന് പുക വരുന്നത് കണ്ടാ ഞങ്ങൾ നോക്കിയത്. ഇതാരാ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ? പോകരുത്. നമുക്ക് രാജുവിനെ വിടാം. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിലേ നമുക്ക് അങ്ങോട്ട് പോവാം. അളിയിപ്പോ പോണ്ട. അതെ, കുഴപ്പമാണെങ്കിൽ നമ്മൾ അകത്ത് കുത്തിയിരുന്നാ മതിയോ? ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങളിവിടെ നിൽക്കി. നന്ദിനി, വെറുതെ ഇരിക്കെ. ഇത് ആരാ ചെയ്യണമെന്ന് അറിയണമല്ലോ. നോക്കട്ടെ. അങ്കിൾ, സൂക്ഷിക്കണം. ആന്റി, സൂക്ഷിക്കണം. ഇന്ദ്രജയ്, സൂക്ഷിക്കണം. വിജയ്, നീയും സൂക്ഷിക്കണം. ഇതെന്തൊക്കെയാണോ ഈ സംഭവിക്കുന്നത്? ഇതെന്തോന്ന് പൂ ബോംബാ? അച്ഛാ, വീടിനകത്തും പുറത്തും ആരൊക്കെയുണ്ട്? ഇതേതാ കാറ്? കാറിൽ ആരാ നോക്കിയേ? ഏട്ടൻ. അമ്മയുടെ ഏട്ടനാ. ഏട്ടാ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? വഴക്കിട്ട് പോയത് ഏട്ടനല്ലേ? ഏട്ടൻ വാ. വാ.
വർഷങ്ങൾ ഒരുപാടായി. നീ എന്ന് പറഞ്ഞില്ലേ ആ വഴക്ക് തീർക്കണം ഞാൻ വന്നത്. കുറെ മാസങ്ങളായി പത്മയുടെ അടുത്തേക്ക് വരണമെന്ന് ഉദയ് പറയാൻ തുടങ്ങിയിട്ട്. വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ഒരുപാട് സംസാരിക്കാനുണ്ട് നിന്നോട്. അല്ല, എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നില്ല നീ? അത് ശരി. ഏട്ടൻ വാ. അല്ല, നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ? മക്കള് വന്നിട്ടില്ല?